നിങ്ങൾ പ്രകൃതിയിൽ നിന്നും വേറിട്ടതോ അതോ പ്രകൃതിയുടെ ഭാഗമോ? കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സംസാരിച്ചു വന്ന ആത്മം എന്ത് എന്ന അന്വേഷണത്തിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പ്രകൃതിയുടെ ആത്മം എന്ന വിഷയത്തെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ എങ്ങനെയാണ്: ഇക്കോ സെൽഫ് ഈസ് റിയലൈസിംഗ് വി ആർ പാർട്ട് ഓഫ് നേച്ചർ ആൻഡ് ലിവിംഗ് ഇൻ ഹാർമണി വിത്ത് ഇറ്റ്. പ്രകൃതി ആത്മം. അവിടെ നമ്മൾ പരിശോധിക്കുന്നത് 4 കാര്യങ്ങളാണ്. എന്താണ് പ്രകൃതി ആത്മം? മനുഷ്യൻ പ്രകൃതിയുടെ ഭാഗമെന്ന ബോധം എങ്ങനെ ഉണ്ടാകുന്നു? പ്രകൃതി നൽകിയ പ്രവർത്തനത്തെ തിരിച്ചറിയൽ എങ്ങനെ ആർജിക്കാം? വിനയം, ആദരം, സമന്വയം എന്നീ ഗുണങ്ങളുടെ ഉദയം എങ്ങനെയാണ് ഉണ്ടാവുക? ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. നമ്മള് ഈ ഞാനെന്ന അറിവിനെ ആണ് പരിശോധിച്ചു തുടങ്ങിയത്. ആത്മം എന്ന് പറയുന്നത് ഞാൻ എന്ന തിരിച്ചറിവാണ്. ഇപ്പൊ സ്പർശനീയമായ ഞാൻ, സ്വന്തമാക്കി വെച്ച ഞാൻ, പിന്നെ നമ്മൾ നിർമ്മിച്ച ഞാൻ, അതുപോലെ തന്നെ അതീതമായ ഞാൻ, ഇതിനൊക്കെ അപ്പുറത്ത് പരമമായ ഒരു ഞാനിനെ വരെ നമ്മൾ മനസ്സിലാക്കി. ഇനി അതിലും വിപുലമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരുന്നതും മനസ്സിലാക്കാത്തത് കൊണ്ട് ഒരുപാട് അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നതുമായിട്ടുള്ള ഒന്നാണ് പ്രകൃതി ആത്മം എന്ന് പറയുന്നത്. എന്താണ് പ്രകൃതി ആത്മം എന്ന് പറയുന്നത്? നമ്മൾ പ്രകൃതിയുടെ ഭാഗമാണ് എന്നുള്ളത് നമ്മൾ ഇക്കോ സ്പിരിച്വാലിറ്റിയെ കുറിച്ച് പറഞ്ഞപ്പോൾ മനസ്സിലാക്കി. പ്രകൃതിയുടെ ഭാഗമാണ്, പ്രകൃതിക്കകത്താണ്, കൂടുകൾക്കകത്ത് കൂടുകളായിരിക്കുന്ന ഒരു ഘടന പ്രകാരം നമ്മൾ പ്രകൃതിക്കകത്താണ്. അപ്പൊ ഈ അകത്തിരുന്നു കൊണ്ടാണ് ഞാൻ എന്നുള്ള ഒരു വേലി കെട്ടി നമ്മൾ വേർതിരിഞ്ഞു നിൽക്കുന്നത്. ഞാനും പ്രകൃതിയും രണ്ടാണ് എന്നുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ അതിനെ കാണുന്നത്. ഇത് രണ്ടും ഒന്ന് തന്നെയാണെന്ന് എപ്പോഴാണോ ആർക്കാണോ തിരിച്ചറിയുന്നത്, അവർക്കുണ്ടാകുന്ന ആ തിരിച്ചറിവിനെയാണ്, ആ അവയർനെസ്സിനെയാണ്, ആ ബോധത്തെയാണ് നമ്മൾ പ്രകൃതി ആത്മം എന്ന് പറയുന്നത്. പ്രകൃത്യാത്മം എന്ന് പറയുന്നത് നമ്മൾ പ്രകൃതിയിൽ നിന്നും വേറിട്ട ഒരാളായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നതെങ്കിൽ, നമ്മൾ ഇന്നലെ ചർച്ചയുടെ സമയത്ത് പറഞ്ഞു, നമ്മളൊരു സംവിധാനത്തിന്റെ അകത്ത് ജീവിക്കുകയും എന്നാൽ ആ സംവിധാനത്തിൽ നിന്ന് വേറിട്ടതാണെന്ന് വിചാരിക്കുകയും ചെയ്യുന്ന സമയത്ത് ആ സത്തയിൽ നിന്നും നമുക്ക്, അല്ലെങ്കിൽ ആ സംവിധാനത്തിൽ നിന്നും നമുക്ക് ലഭിക്കേണ്ടുന്ന പലതും നമുക്ക് വന്നു ചേരാതെയാണ്. നമുക്ക് വേണ്ടുന്ന സപ്ലൈസ് മുഴുവൻ നമ്മുടെ ഈ പരിസരം എന്ന സംവിധാനത്തിൽ നിന്നും വരുന്നതാണ്. നമ്മൾ അതിന്റെ ഉൽപ്പന്നമാണ് എന്നതുപോലും നമ്മൾ മറന്നുകൊണ്ടാണ് നമ്മൾ അതിനകത്ത് പ്രകൃതിയിൽ നിന്നും വേറിട്ട ഒന്നായി നമ്മളെ ബോധ്യപ്പെടുന്നത്. അപ്പോ ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഈ വ്യക്തിപരതയിൽ ജീവിച്ച് പ്രകൃതിയിൽ നിന്നും വേറിട്ട ഒന്നായി ജീവിക്കുന്ന ആ ഒരു അവസ്ഥയിലാണ് നമുക്ക് ജീവിതത്തെ ഏറ്റവും ശ്രമകരമായ രീതിയിൽ കൊണ്ടുപോകേണ്ടി വരുന്നത്. നമ്മൾ പ്രകൃതിയുടെ ഭാഗമാണ് എന്ന അവബോധത്തിലായിരിക്കുമ്പോൾ, പ്രകൃതി നമുക്ക് നൽകിയ ദൗത്യങ്ങളെ നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്ക് പ്രകൃതിയോട് വിധേയത്വമാണ് ഉണ്ടാവുക. നമ്മുടെ മുന്നിൽ പ്രകൃതി എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ നിമിഷങ്ങളും, ഓരോ സന്ദർഭങ്ങളും, ഓരോ സംഭവങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് പ്രകൃതി നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശങ്ങളാണെന്നുള്ള ഒരു തിരിച്ചറിവിലൂടെയാണ് നമ്മൾ പ്രകൃതിയുമായിട്ട് ഇടപെടേണ്ടത്. നമ്മെ പേറുന്ന ഒരു മഹാഗർഭപാത്രം എന്ന രീതിയിൽ പ്രകൃതിയെ നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങുമ്പോൾ, ആദ്യം യുക്തി കൊണ്ടായിരിക്കും തിരിച്ചറിയുക, പിന്നെ അത് അനുഭവം കൊണ്ടും അവബോധം കൊണ്ടും നമ്മൾ തിരിച്ചറിയുന്ന സമയത്ത് നമുക്ക് പ്രകൃതിയോട് വിനയമാണ് ഉണ്ടാവുക. ആ വിനയത്തിലൂടെയാണ് നമുക്ക് പ്രകൃതിയോട് ആദരവുണ്ടാവുക. അതിലൂടെയാണ് നമുക്ക് സമന്വയം സാധ്യമാവുക, പ്രകൃതിയുമായിട്ടുള്ള സമന്വയം സാധ്യമാവുക. ഈ പ്രകൃതിയുമായിട്ടുള്ള ഈ സമന്വയത്തെയാണ് യോഗശാസ്ത്രവും ഒക്കെ യോഗത്തിലാവുക, യോജിപ്പിലാവുക എന്നൊക്കെ പറയുന്നത്. ആ പ്രകൃതിയും ഞാനും രണ്ടല്ല, ഒന്നാണ് എന്ന തലത്തിലേക്ക് പ്രായോഗികമായും ആനുഭൂതികമായും ഒക്കെ എത്തിപ്പറ്റുന്നതിനെയാണ് നമ്മൾ സമാധി എന്നും പറയുക.
അവിടെ ഞാൻ വേറിട്ടതാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഇടത്താണ് ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ മാറി ജീവിച്ചു പോരുന്നത്. ജനിച്ച കാലം പോലെ നമ്മൾ പലതരം ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ 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 എന്നുള്ള ആ ഒന്നിൽ നിന്നുകൊണ്ട് പോകുന്ന സമയത്ത് ഞാൻ വേറെ നീ വേറെ എന്നുള്ളതാവുന്നു. അപ്പൊ ഞാനും നീയും വെവ്വേറെയാകുന്ന സമയത്ത് ഞാനും നീയും ഭാഗമായിരിക്കുന്ന പ്രകൃതിയെ വേറിട്ട് കാണാനേ നമുക്ക് കഴിയുകയുള്ളൂ. ഇവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഡീപ്പിക്കോളജിയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ എല്ലാം പ്രകൃതിയാണ്, ഞാൻ പ്രകൃതിയാണ്, പ്രകൃതിയുടെ ഭാഗമാണ്. എൻ്റെ ഉള്ളിലുള്ള എൻ്റെ ശരീരമായിക്കോട്ടെ, എൻ്റെ ജീവനായിക്കോട്ടെ, എൻ്റെ മനസ്സായിക്കോട്ടെ, എൻ്റെ അറിവായിക്കോട്ടെ, എൻ്റെ ശക്തി ആയിക്കോട്ടെ, അത് നിൽക്കുന്ന സ്ഥലമോ കാലമോ രൂപമോ ഭാവമോ ഭവമോ ഒക്കെ പ്രകൃതി തന്നെയാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ആ ഇക്കോ സെൽഫ് ഉണരുക. നമ്മൾ പ്രകൃതിയിൽ നിന്ന് അല്പം പോലും വേറിട്ടതല്ല എന്നത് അവബോധ തലത്തിൽ നമുക്ക് മനസ്സിലാവണം. ഇത് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യമല്ല, ഇത് നമ്മൾ അനുഭവിച്ച് ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ വരുമ്പോഴാണ് പ്രകൃതിയുടെ ഭാഗമായിട്ടുള്ള ഒരു ആത്മബോധം നമ്മിൽ ഉണരുക. നമ്മൾ പ്രകൃതി തന്നെ ആണ് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുക. വേറിട്ട് നിൽക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടെന്നിരിക്കട്ടെ, മനസ്സുകൊണ്ട് വേറിട്ടൊരു അവസ്ഥ ഉണ്ടെന്നിരിക്കട്ടെ. ആ അവസ്ഥയിലാണ് നമുക്ക് പ്രകൃതി എന്നുള്ള ആ നമ്മുടെ പരിസരത്തുള്ള ആ സംവിധാനത്തോട് അനുചിതമായി ഇടപെടാൻ കഴിയുക, അതിനെ വേദനിപ്പിക്കാൻ കഴിയുക, അതിനെ പിടിച്ചടക്കാൻ കഴിയുക, അതിനെ ചൂഷണം ചെയ്യാൻ കഴിയുക. അതല്ല, ഇത് നമ്മൾ അതിന്റെ പാർട്ടാണെന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരം എന്ന പോലെ ആ വലിയ ശരീരത്തോട്, ഉയർന്ന ശരീരത്തോട് നമ്മൾ ഒരു ഹൃദയംഗമായ ഒരു ഇടപെടലിലൂടെ പോകുന്ന സമയത്ത്, ഒരു ബോധ്യത്തിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് അതിനെ നോവിക്കാൻ കഴിയില്ല. നമ്മൾ ആ പ്രകൃതി എന്നതിന്റെ ഒരു ശരീരഭാഗം മാത്രമാണെന്ന്, ആ ശരീരത്തിന്റെ ദൗത്യങ്ങൾ നിർവഹിക്കാനുള്ള ഒരു ഉത്തരവാദിത്വത്തോടു കൂടിയാണ് നമ്മൾ ഉരുവാക്കപ്പെട്ടിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ എങ്ങനെയാണ് ഉരുവാക്കപ്പെട്ടിട്ടുള്ളത് അതേപോലെ തന്നെയാണ് മറ്റൊരു സത്തയും ഇവിടെ ഉരുവാക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോ പ്രകൃതിയുടെ ആ സമഗ്രമായ ക്രമത്തിൽ നമുക്കൊരു സ്ഥാനമുണ്ടെന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് ഇതിലെ ഏറ്റവും മുഖ്യം. നമ്മുടെ സ്ഥാനം എന്തെന്നറിയാം, ഒരു സ്ഥാനമുണ്ടെന്നല്ല, നമ്മുടെ സ്ഥാനം എന്ത് എന്ന് തിരിച്ചറിയുന്നത്. ആ പ്രകൃതി നൽകിയ പ്രവർത്തനത്തിന്റെ ബോധം നമുക്കുണ്ടാവണം. പ്രകൃതി നൽകിയ റോൾ എന്താണെന്ന് തിരിച്ചറിയണം. ആ റോളിനെ തിരിച്ചറിയാൻ ആണ് നമ്മൾ ഈ വാസനകൾ, ചോദനകളെ എല്ലാം പരിശോധിക്കുന്നത്. അതിനനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ഈ വ്യക്തിപരമായിട്ട് നമ്മുടെ ഉള്ളിൽ തോന്നുന്ന താല്പര്യങ്ങൾ, ഇച്ഛകൾ തുടങ്ങിയ കാര്യങ്ങളുണ്ടല്ലോ, ഇത് രൂപപ്പെട്ടത് എങ്ങനെയാണ്? നമ്മൾ നേരത്തെ ആ ക്രിയേറ്റഡ് സെൽഫിനെ കുറിച്ച് പഠിച്ചപ്പോൾ പറഞ്ഞു, നമ്മൾ ജീവിതത്തില് യൗക്തികമായ കാര്യങ്ങളിലൂടെ ഇടപെട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ സംസ്കാരവും യുക്തിയും വിദ്യാഭ്യാസവും അക്കാഡമിയും എല്ലാം കൂടെ നമ്മുടെ ഉള്ളിൽ ഉരുവാക്കി തന്നതാണ് വ്യക്തിപരത എന്ന കാര്യം. ആ വ്യക്തിപരതയിൽ നമ്മൾ ഉരുവാക്കിയെടുത്ത ഇച്ഛകളിൽ നിന്നാണ് നമുക്ക് ഈ ഒരു എന്താ പറയുക വേറിട്ടതായ ഏലിയനേഷൻ അല്ലെങ്കിൽ അന്യവൽക്കരണം സംഭവിച്ചിട്ടുള്ളത്. ആ അന്യവൽക്കരണത്തിൽ നിന്നും നമുക്ക് മാറേണ്ടത് സമഗ്രതയിലേക്കാണ്, വ്യക്തിപരതയിൽ നിന്നും സർവ്വപരതയിലേക്കാണ് നമ്മൾ മാറേണ്ടത്. ആ സമയത്താണ്, അത് ബോധ്യപ്പെടുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ആ വിനയം എന്നുള്ളത് ഉണ്ടാവുക. ഞാൻ കേന്ദ്രമാണ്, മനുഷ്യ കേന്ദ്രിതമായിട്ടുള്ള ഒരു ചിന്തയുണ്ടല്ലോ, ഞാൻ കേന്ദ്രമാണ് എന്നൊരവസ്ഥയ്ക്ക് പകരം ഞാൻ ഭാഗമാണ് എന്ന ബോധത്തിലേക്ക് വരിക. അവിടെയാണ് വിനയം ഉണ്ടാവുക. എന്നിലും വലുതായി നിൽക്കുന്ന അതിനോട് വിസ്മയത്തോടെ കാണാൻ കഴിയുമ്പോഴാണ് നമുക്ക് അതിലൂടെ ആദരം ഉണ്ടാവുക. നമ്മൾ അങ്ങനെ ജീവിച്ചു പോകുമ്പോൾ, നമ്മൾ ഈ തിരിച്ചറിവോടുകൂടി പ്രകൃതിയോട് ലയിച്ച് ജീവിക്കുമ്പോഴാണ് ആ സമന്വയം ഉണ്ടാവുക, നമുക്ക് ലയിക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടാകുമ്പോൾ. അപ്പോ ഞാൻ എന്നതിൽ നിന്നും പ്രകൃതിയുടെ ഭാഗം എന്ന രീതിയിലേക്കുള്ള മാറ്റത്തെയാണ്, ആ സമഗ്ര ബോധ്യത്തെയാണ്. സമഗ്ര ബോധ്യം ജീവിതത്തിൽ നൽകുന്ന സമതുലിതാവസ്ഥയും സമാധാനവും ഒക്കെ തിരിച്ചറിയുമ്പോഴാണ്, നമ്മൾ അതിലെ ലീനമായിരിക്കുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുക ഞാൻ പ്രകൃതിയാണ് എന്ന്. മനസ്സിലാവുക വെച്ചാൽ ബുദ്ധി കൊണ്ടുള്ള മനസ്സിലാക്കല്ല, നമ്മൾ അതിലേക്ക് എത്തുന്ന ഒരവസ്ഥയിൽ നമ്മിൽ ഉണ്ടാകുന്ന ആ ആത്മാവിഷ്കാരമാണ്, ആത്മബോധമാണ് പ്രകൃതി ആത്മം എന്ന് പറയുന്നത്. അതായത് പ്രകൃതിയാണ് എല്ലാം എന്നുള്ള ബോധം,
മനുഷ്യൻ പ്രകൃതിയുടെ അവിഭാജ്യ ഘടകമാണെന്നുള്ള തിരിച്ചറിവ്, ഞാൻ എന്നതിൽ നിന്ന് പ്രകൃതിയുടെ ഭാഗം എന്നുള്ളതിലേക്കുള്ള മാറ്റം, സമഗ്രമായ ജീവക്രമത്തിന്റെ ഭാഗമായിട്ടുള്ള ആത്മാവസ്ഥ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ചേർന്നിട്ടാണ് നമ്മൾ ആ പ്രകൃത്യാത്മം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. ഈ മനുഷ്യൻ പ്രകൃതിയുടെ ഭാഗമെന്ന ബോധം ഉണ്ടാകണമെങ്കിൽ പ്രകൃതിയെ നിരീക്ഷിക്കുകയാണ് വഴി, അനുഭവിക്കുകയാണ് വഴി. നമ്മൾ അക്കാഡമിയിൽ നിന്നും വേറിട്ട് കോമ്പീറ്റ് ചെയ്ത് പഠിച്ചതല്ലേ. അതിനു പകരം പ്രകൃതിയുടെ ഭാഗമാണെന്ന് നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇത്തരം പാഠങ്ങളിലൂടെ, ഇത്തരം കേൾവികളിലൂടെ, ഇത്തരം സത്സംഗങ്ങളിലൂടെ പോകണം. അത് കഴിഞ്ഞിട്ട് പ്രകൃതി എന്തെന്നുള്ളത് നിരീക്ഷിക്കണം. അതിനാണ് നമ്മൾ ഈ വനയാത്രകളുമൊക്കെ നടത്തുന്നത്. അപ്പോ അതിലൂടെ പോകുന്ന സമയത്ത് നമ്മൾ അനുഭവിക്കുകയാണ്. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും തമ്മിലുള്ള ആ പരസ്പര ജാലിക നമുക്ക് മനസ്സിലാവും. ജീവജാലങ്ങളെല്ലാം തമ്മിലുള്ള പരസ്പര ബന്ധം വരുന്ന സമയത്ത് അതിലൊരു കണ്ണിയായിരിക്കുന്ന ഞാനും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാവും. അവിടെ നമുക്ക് പ്രകൃതിയുമായിട്ടുള്ള ആ പരസ്പരാശ്രിതത്വം, ഇന്റർ ഡിപ്പെൻഡൻസ് നമുക്ക് മനസ്സിലാവും. അതിൽ നിന്നും വേറിട്ട് നിൽക്കുക എന്ന് പറയുന്നത് വെറും ഒരു സങ്കല്പം മാത്രമാണ്, ഒരു ധാരണ മാത്രമാണ് നമുക്ക് മനസ്സിലാവും. ആ ഒരു അവസ്ഥയിലാണ് പ്രകൃതി നൽകിയ പ്രവർത്തനങ്ങളെ എങ്ങനെയാണ്, പ്രകൃതി നമ്മളെ ഏൽപ്പിച്ച ദൗത്യങ്ങളെ എങ്ങനെയാണ് തിരിച്ചറിയുക എന്നുള്ളൊരവസ്ഥയിലേക്ക് നമുക്ക് പിന്നെത്താൻ പറ്റുക. അവിടെ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ സ്വഭാവം എന്താണ്, നമ്മുടെ നേച്ചർ എന്താണ്, നമ്മുടെ കഴിവുകൾ എന്താണെന്നുള്ളത് നിരീക്ഷിക്കുക. അവിടെ പ്രകൃതി എന്തു പണിയാണോ ചെയ്യാൻ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളത് അതിനനുസരിച്ചുള്ള ശരീരഘടനയായിരിക്കും, അനുസരിച്ചുള്ള താല്പര്യങ്ങളായിരിക്കും, അതനുസരിച്ചുള്ള കഴിവുകളായിരിക്കും, വാസനകളായിരിക്കും നമ്മളിൽ ഉണ്ടാവുക. അത് നിരീക്ഷിക്കുന്ന സമയത്ത് പ്രകൃതിയിലെ സ്വന്തം പങ്ക് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പ്രകൃതിയിലെ ഓരോ ചലനങ്ങൾക്കും നമ്മൾ ഇംപ്രവൈസ് ചെയ്തിരിക്കും. പ്രകൃതി എന്ന് വെച്ചാൽ മരവും ചെടിയും കൊടിയും മാത്രമല്ല, നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോ വസ്തുവും വ്യക്തിയും സംഭവങ്ങളും എല്ലാം പ്രകൃതിയാണ്. അതിനോട് സമഗ്രതയിൽ ചേർന്ന് നിൽക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുക, അതിനോട് ചേർന്ന് പോകുന്ന രീതിയിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കുക, വ്യക്തിപരമായ ഒരവസ്ഥയിൽ നിന്നും സമന്വയത്തിലേക്ക് മാറുക. അങ്ങനെയാണ് നമുക്ക് പ്രകൃതി നമ്മളെ ഏൽപ്പിച്ച ദൗത്യങ്ങളെ തിരിച്ചറിയാൻ കഴിയുക. അപ്പോ വിനയമാതരം, സമന്വയം തുടങ്ങിയ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ, ഞാൻ കേന്ദ്രമല്ല ഭാഗമാണെന്ന് തിരിച്ചറിവിലെത്തുമ്പോൾ, എല്ലാ ജീവജാലങ്ങളോടുള്ള ബന്ധബോധം ഉണ്ടാകുമ്പോൾ, പ്രകൃതിയോടുള്ള ക്രമം അംഗീകരിക്കുമ്പോൾ ഇതെല്ലാം ഉണർന്നു വരും. അപ്പോ മനസ്സിലാക്കേണ്ട ഇതാണ്, മനുഷ്യൻ പ്രകൃതിയിൽ നിന്നും വേറിട്ടതല്ല, മനുഷ്യൻ പ്രകൃതിയുടെ ഭാഗമാണ്. ഇത് യാതൊരുവന് തിരിച്ചറിയുന്നുവോ, ആ സമഗ്രതയോടെ കൂടി ഇതിനെ തിരിച്ചറിയുന്നുവോ, അവനിൽ ഉണ്ടായി വരുന്ന ആ ബോധമാണ് പ്രകൃത്യാത്മം എന്ന് പറയുന്നത്. അത് ജീവിതത്തിൽ ബാലൻസും സമാധാനവും തരും. സസ്റ്റൈനബിലിറ്റിയിലേക്ക് ഉള്ള ചുവടുവെപ്പില് ഏറ്റവും പ്രധാനമായി വേണ്ട ഒരു കാര്യം ഇതാണ്. ഇതില്ലാതെ നമ്മൾ കാണിക്കുന്ന സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് വെറും ഒരു മെന്റൽ ആൻഡ് മെക്കാനിക്കൽ എക്സസൈസ് ആണ്. പ്രകൃതിയെ തിരിച്ചറിയുക, അതിലൂടെ സ്വയം തിരിച്ചറിയുക. സ്വയം തിരിച്ചറിയുമ്പോൾ നിങ്ങൾക്ക് പ്രകൃതിയുടെ സമന്വയത്തിലാകാൻ കഴിയും. ആ നിങ്ങളുടെ തിരിച്ചറിവിലേക്കുള്ള യാത്ര ഇവിടെ ആരംഭിക്കട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ്. നന്ദി, നമസ്കാരം. തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.